രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് പദവി ഏറ്റെടുത്ത മുഖ്യമന്ത്രി ജോസഫ് വിജയ് തന്റെ കർശനമായ ഭരണശൈലിയിലൂടെ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. സ്ഥാനമേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനപ്രിയവും എന്നാൽ വിപ്ലവകരവുമായ തീരുമാനങ്ങളിലൂടെ അദ്ദേഹം ഭരണയന്ത്രം തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെന്നൈയിൽ ഒരു വിദ്യാലയത്തിന് സമീപം 40 വർഷമായി പ്രവർത്തിച്ചിരുന്ന മദ്യശാല പൂട്ടിച്ച നടപടി. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ മദ്യശാലയ്ക്കെതിരെ സ്കൂൾ മാനേജർ നടത്തിവന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത്. സ്കൂളിൽ നിന്നും വെറും 6 കെട്ടിടങ്ങൾ മാത്രം അകലെ പ്രവർത്തിച്ചിരുന്ന ഈ മദ്യശാല കുട്ടികളുടെ പഠനാന്തരീക്ഷത്തെയും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിച്ചിരുന്നു. കഴിഞ്ഞ 40 വർഷമായി ഈ വിപത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തുന്നുണ്ടെന്നും മുൻപ് ഭരണത്തിലിരുന്ന ഒരു ഭരണാധികാരിയും തന്റെ പരാതികൾ ഗൗരവകരമായി എടുത്തില്ലെന്നും സ്കൂൾ മാനേജർ വികാരാതീതനായി പറയുന്നു. എന്നാൽ വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതോടെ തന്റെ വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായെന്നും അവർ കൂട്ടിച്ചേർത്തു. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മദ്യപിച്ചവർ റോഡരികിൽ വീണ് കിടക്കുന്നതും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതും മൂലം ആ പരിസരത്തുകൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. കുട്ടികളുടെ മാനസികാവസ്ഥയെയും സുരക്ഷയെയും സാരമായി ബാധിച്ചിരുന്ന ഈ സാഹചര്യം ഇന്ത്യ ഗ്ലിറ്റ്സ് തമിഴ് പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 500 മീറ്റർ ചുറ്റളവിലുള്ള മദ്യശാലകൾ പൂട്ടാനുള്ള കർശന ഉത്തരവ് നടപ്പിലായതോടെയാണ് ഈ നീണ്ട കാത്തിരിപ്പിന് അറുതിയായത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ശേഷം വിജയ് നടപ്പിലാക്കിയ ഏറ്റവും നിർണായകവും ജനശ്രദ്ധയെ ആകർഷിച്ചതുമായ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നാണ് മദ്യശാലകളുടെ ദൂരപരിധി സംബന്ധിച്ച പുതിയ ഉത്തരവ്. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവന്ന ഈ നിയമപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ മദ്യശാലകൾ പ്രവർത്തിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം മദ്യശാലകൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ പഠനാന്തരീക്ഷത്തെയും സുരക്ഷയെയും ബാധിക്കുന്നുവെന്ന വ്യാപകമായ പരാതി പരിഗണിച്ചാണ് ഈ നടപടി. ഈ ഉത്തരവ് പുറത്തു വന്നതോടെ സംസ്ഥാനത്തെ 100 കണക്കിന് മദ്യശാലകളാണ് അടച്ചുപൂട്ടിയത്. കേവലം സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരിയായി ജനങ്ങളുടെ സുരക്ഷയ്ക്കും യുവതലമുറയുടെ ശോഭനമായ ഭാവിക്കുമാണ് തന്റെ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് അദ്ദേഹം വിവിധ പ്രസംഗങ്ങളിലൂടെ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യനയത്തിലെ ഈ കർക്കശമായ മാറ്റം സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ വലിയ ആശ്വാസമാണ് പകർന്നിരിക്കുന്നത്. മദ്യശാലകൾ പൂട്ടുന്നതിനുള്ള നടപടികൾക്കൊപ്പം തന്നെ യുവതലമുറയെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ അതീവ ജാഗ്രതയോടെയുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 21 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം നൽകുന്നത് കർക്കശമായി നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ പ്രായത്തിൽ നേരിയ സംശയം തോന്നിയാൽ പോലും സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ മദ്യം നൽകാവൂ എന്ന് ഔട്ട്ലെറ്റുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിയമം ലംഘിച്ചുകൊണ്ട് പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം വിൽക്കുന്ന ജീവനക്കാർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സർക്കുലറും സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. യുവതലമുറയുടെ ആരോഗ്യവും ഭാവിയും സംരക്ഷിക്കുന്നതിനായി ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന ഈ നിർണായക നീക്കം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ആർജിക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ അനിഷേധ്യമായ സൂപ്പർ താര പദവി ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ജോസഫ് വിജയെ തുടക്കത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും എതിരാളികളും അല്പം സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനപ്രിയവും ദീർഘവീക്ഷണമുള്ളതുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം വെള്ളിത്തിരയിലെ നായകനെ പോലെ തന്നെ ജീവിതത്തിലും അദ്ദേഹം ഒരു മാതൃകാ ഭരണാധികാരിയായി മാറിക്കഴിഞ്ഞു എന്നാണ് ആരാധകരും പൊതുജനങ്ങളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത്. 40 വർഷക്കാലം പല ഭരണാധികാരികൾ മാറി മാറി വന്നിട്ടും പരിഹരിക്കപ്പെടാതെ കിടന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് വെറും ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം കാണാൻ സാധിച്ചു എന്നത് വിജയ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെയും ഇച്ഛാശക്തിയെയുമാണ് വിളിച്ചോതുന്നത്. മദ്യശാലകളുടെ ദൂരപരിധി നിശ്ചയിച്ചതും യുവതലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കാൻ കൊണ്ടുവന്ന കർശന നിയന്ത്രണങ്ങളും മദ്യവിരുദ്ധ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സംഘടനകൾക്കും പൊതുപ്രവർത്തകർക്കും വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്. തമിഴ്നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി വിജയ്ക്ക് സാധിക്കുമെന്നാണ് ഈ നീക്കങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്.